ഇപ്പോൾ വി എസിന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് എ സുരേഷുമായിട്ടുള്ള എന്റെ അഭിമുഖം തുടരുകയാണ്. കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിച്ചറിയാം. സുരേഷ് ഏട്ടാ, തിരുവനന്തപുരം ഭരണ സ്ഥിരാ കേന്ദ്രം അതിന്റെ മുൻപിൽ കൂടെ ഇപ്പോൾ പോകാറുണ്ട്. അത് കാണുമ്പോൾ എന്ത് തോന്നുന്നു? അല്ല, അത് ഒരു നഷ്ടബോധം തോന്നുന്ന കാര്യമില്ല. കാരണം നമ്മൾ ആരായാലും, ഞാനൊരു വെറും PA ആയിട്ട് പ്രവർത്തിച്ചതാണ്. ഇനിയിപ്പോൾ വേറെ ഭരണ സംവിധാനത്തിൻ്റെ മുകളിലുള്ള ആളുകളായാലും എപ്പോഴും താഴെ വരണമെന്നൊരു ചിന്ത വേണം ആർക്കായാലും. എനിക്കതുണ്ടായിരുന്നു. ഞാൻ 98 ശിവാസ്മാൻ്റെ PA ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഞാൻ SFI രംഗത്ത് സജീവമായി നിൽക്കുമ്പോഴാണ് എന്നെ പാർട്ടി തീരുമാനിക്കുന്നത് നരകാനന്ദയുടെ കൂടെ പോകണമെന്ന്. അപ്പോൾ ഒരു മുൻപരിചയമില്ലാതെ മന്ത്രിയുടെ വണ്ടിയിൽ മന്ത്രിക്കൊപ്പം യാത്ര ചെയ്യുകയാണ്, പരിപാടികൾ നിശ്ചയിക്കുകയാണ്, പരിപാടികൾക്കൊപ്പം പോവുകയാണ്. അപ്പോൾ ഒരു മുൻപരിചയം എനിക്കില്ല. അന്ന് മൊബൈലില്ല. അപ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഓരോ പരിപാടി സ്ഥലത്ത് പോകാനും ആളുകളെ അറിയിപ്പ് കൊടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചാണ് താഴെ നമ്മൾ ഇറങ്ങേണ്ടി വരുന്നത്. അതിനുശേഷം പാർട്ടി വീണ്ടും എന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റാഫിലേക്ക് തീരുമാനിക്കുന്നു, VSന്റെ PA ആകുന്നു, മുഖ്യമന്ത്രി ആകുന്നു. അപ്പോഴൊക്കെയും എനിക്കൊരു യാതൊരു ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മനസ്സിലായില്ലേ? സംസ്ഥാന സ്റ്റേറ്റ് കാറിൽ പോകുന്ന ഒരാളെന്ന നിലയ്ക്ക് ആളുകൾക്ക് കൗതുകമായിരിക്കും. പക്ഷേ ഞാൻ അപ്പോഴും താഴെ ഇറങ്ങി എൻ്റെ ബൈക്കിലാണ് പോവുക. പാലക്കാട് ഇറങ്ങി എൻ്റെ വെസ്പ സ്കൂട്ടറിലാണ് ഞാൻ പോവുക. ഇവിടെ വരുമ്പോഴും ഇപ്പോഴും ഞാൻ സ്കൂട്ടറിലാണ് സഞ്ചരിക്കുന്നത്. അന്നും ഞാൻ അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്കിത് നമ്മളിപ്പോൾ കാറ് ആർക്കായാലും ഒരു EMI 10,000 രൂപ കൊടുത്താൽ കാറ് വാങ്ങാൻ ആർക്കും പറ്റും. പക്ഷേ നമ്മൾ ഇതിൻ്റെ മേളിൽ ഉണ്ടാവുമ്പോഴും നമ്മൾ താഴെ ജനങ്ങളുടെ ഒപ്പം ഇറങ്ങേണ്ട ആളുകളാണെന്നുള്ള ബോധ്യം ഉണ്ടാവുമ്പോൾ ഒരു നഷ്ടബോധം ആർക്കും ഉണ്ടാവില്ല. ഞാൻ അത് അനുഭവിക്കുന്ന ഒരാളാണ്. എനിക്ക് ഒരു നഷ്ടബോധം ഒരു കാര്യത്തിലുമില്ല. കാരണം ഞാൻ സംഘടനാ പ്രവർത്തനത്തിന് വന്നതാണ്. സംഘടന പാർട്ടിയാണ് എന്നെ എല്ലാത്തിനും തീരുമാനിക്കുന്നത്. ആ പാർട്ടി പ്രവർത്തനമാണ് എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള സോൺ. ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്നിട്ട് ആരോപണങ്ങൾ നേരിടാത്ത എ സുരേഷ് പിന്നീട് VSനൊപ്പം വന്നപ്പോൾ എന്തുകൊണ്ട് വെല്ലുവിളി നേരിട്ടു? അത് പാർട്ടിക്കകത്ത് ഒരുപാട് ഉൾപാർട്ടി സമരങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ആശയപരമായ സമരങ്ങളാണ്. അതിൽ VS ഒരു ഭാഗമായിരുന്നു. അതിൻ്റെ VSന്റെ കൂടെ 24 മണിക്കൂർ നിന്ന ഒരാളെന്ന നിലയ്ക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് നേരെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. വിഭാഗീയതയുടെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചല്ലോ, ഞാൻ ചെയ്യാത്ത തെറ്റിന് ക്രൂശിക്കപ്പെട്ട ആളാണ്. ചെയ്യാത്ത തെറ്റിന് പുറത്താക്കപ്പെട്ട ആളാണ്. എങ്കിലും എന്തിന് എ സുരേഷിനെ വേട്ടയാണോ? അല്ല, അത് ഞാൻ പലപ്പോഴും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, എന്തിനു വേട്ടയാണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ VSന് അത് എനിക്ക് തോന്നുന്നു VSനെ തൊടാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാമെന്ന് തോന്നുന്നു. എന്നെ മാത്രമല്ല ബാക്കി രണ്ടാളെയും കൂടി ആ സമയത്ത് പുറത്താക്കിയിരുന്നു. ബാക്കിയുള്ളവരെ താങ്കളെ പുറത്താക്കിയതിൻ്റെ കൂടെ പുറത്താക്കിയതല്ലേ? തീർച്ചയായിട്ടും. മലമ്പുഴയിൽ താങ്കൾ ഒരു MLA പോലെ പ്രവർത്തിക്കുകയായിരുന്നു. അല്ല, അത് മലമ്പുഴയായിട്ടുള്ള ബന്ധം എൻ്റെ പ്രദേശമാണത്. ശിവദാസ് മേനോൻ മലമ്പുഴയുടെ MLA ആയിരുന്നു, മലമ്പുഴ മന്ത്രിയായിരുന്നു, ധനകാര്യമന്ത്രിയായിരുന്നു. ആ കാലം മുതൽ മലമ്പുഴയായിട്ടൊരു ആത്മബന്ധം എനിക്കുണ്ട്. അതിനുശേഷം 2001 VS അവിടെ മത്സരിക്കാൻ വരുമ്പോഴും VSന്റെ ഒപ്പം ജോയിൻ ചെയ്യുമ്പോഴും VS എന്നെ ചുമതലപ്പെടുത്തിയത് VSനെ പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്ക് കേരളത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും പോകേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവ് പല ജില്ലകളിലും പോകണം. അപ്പോൾ മണ്ഡലത്തിൽ നോക്കാൻ എനിക്ക് പൂർണ്ണസമയം മണ്ഡലത്തിൽ നിൽക്കാൻ കഴിയില്ല. സുരേഷ് അവിടെ മണ്ഡലം ശ്രദ്ധിക്കണമെന്ന് എന്നെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ മണ്ഡലത്തിലെ മുക്കിലും മൂലയിലുള്ള വിഷയങ്ങൾ VSനെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിന് പരിഹാരം കാണാൻ വേണ്ടി VSനെ കൊണ്ട് ഇടപെടിപ്പിക്കുകയും അസംബ്ലിയിൽ അവതരിപ്പിക്കേണ്ട വിഷയമാണെങ്കിൽ അത് അവതരിപ്പിക്കാൻ VSനെ കൊണ്ട് പറയുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ജോലിയാണ് ഞാൻ ആ സമയത്തെടുത്തത്. പിന്നെ മുഖ്യമന്ത്രി കൂടെ ആയപ്പോൾ സ്വാഭാവികമായിട്ടും മലമ്പുഴ മണ്ഡലമല്ല, മറ്റ് കേരളത്തിലെ മുഴുവൻ സ്ഥലത്തും VSനെ കൂടെ പോകണമെന്ന് VS ആണ് എന്നോട് ആവശ്യപ്പെട്ടത്. പിന്നെ വീണ്ടും പ്രതിപക്ഷ നേതാവായപ്പോഴും മലമ്പുഴ മണ്ഡലമായിട്ടുള്ള ആത്മബന്ധം തുടർന്നു. താങ്കളുടെ പ്രവൃത്തികളിൽ എത്രത്തോളം സന്തുഷ്ടനായിരുന്നു VS? അത് ഞാൻ പറയേണ്ട ഉത്തരവല്ല. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, ഞാൻ ഒരു ദിവസം നാളെ എനിക്കൊരു അത്യാവശ്യം ഉണ്ടല്ലേ, അങ്ങനെ പറയാറില്ല. കാരണം എൻ്റെ ഭാര്യ പ്രസവിക്കാൻ കിടക്കുമ്പോൾ VSന്റെ കേന്ദ്ര കമ്മിറ്റിയാണ്. അപ്പോൾ എനിക്ക് പറയാമായിരുന്നു, VSന്റെ ഭാര്യയ്ക്ക് അച്ഛനും അമ്മയില്ല, എനിക്ക് രോഗിയായിട്ടുള്ള അച്ഛനും അമ്മയാണ്, അവർക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, നോക്കാൻ ആളില്ല, ആശുപത്രിയിൽ നിൽക്കാൻ ആളില്ല. തിരുവനന്തപുരത്താണ് ഭാര്യ പ്രസവിക്കാൻ കിടക്കുന്നത്, SUTയിലാണ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു മനുഷ്യൻ നിലയ്ക്ക് പറയാമല്ലോ, എൻ്റെ ഭാര്യ പ്രസവിക്കാൻ കിടക്കുകയാണെന്ന് പറഞ്ഞാൽ VS സമ്മതിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനത് VSനോട് പറഞ്ഞില്ല. എന്ന് മാത്രമല്ല, ഞാൻ കേന്ദ്ര കമ്മിറ്റിക്ക് VSനൊപ്പം പോകണമെന്നാണ് ഞാൻ പോവുകയാണ് ചെയ്തത്. കാരണം എൻ്റെ അസാന്നിധ്യം കൊണ്ട് VSനൊരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല. ഇപ്പോൾ കമ്മിറ്റിക്കകത്ത് VS കയറി എനിക്ക് പണിയൊന്നുമില്ല. പക്ഷെ അവിടെയുള്ള താമസം, സൗകര്യം, അവിടുത്തെ ഭക്ഷണം ഒക്കെ VSന് പറ്റുമോ? പ്രത്യേകിച്ച് ഇവിടെയാണ്, ഹൈദരാബാദിലാണ്. അപ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് VS അനുഭവിക്കാൻ പാടില്ല എന്നെനിക്ക് വാശിയുണ്ടായിരുന്നു. എൻ്റെ സഖാക്കളെ, ഇവിടുത്തെ തിരുവനന്തപുരത്ത് എൻ്റെ സഖാക്കളെ ഭാര്യയെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ആ യാത്ര നടത്തുന്നത്. പിന്നീട് 3 ദിവസം കഴിഞ്ഞിട്ടാണ് ആശുപത്രിയിൽ ഡിസ്ചാർജ് ചെയ്തിട്ടാണ് വീട്ടിൽ വന്നിട്ട് പിന്നെ എൻ്റെ മകനെ ഞാൻ ആദ്യം കാണുന്നത്. ഇളയാളെ അതെന്താ വെച്ചാൽ
അത് വി എസിന് ബുദ്ധിമുട്ട് വരാൻ പാടില്ല എന്ന് മാത്രം എനിക്ക് വാശിയുണ്ടായിരുന്നു. വ്യക്തിപരമായ കാര്യം ഞാൻ നോക്കിയിട്ടില്ല വി എസിനൊപ്പം നിൽക്കുമ്പോൾ, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടില്ല. അത് വലിയ കാര്യമൊന്നുമില്ല, എങ്കിലും എനിക്കൊരു വാശിയുണ്ടായിരുന്നു. വി എസ് ഒരിക്കലും എൻ്റെ അസാന്നിധ്യം കൊണ്ട് ഒരു പ്രയാസം അനുഭവിക്കാൻ പാടില്ല. ഇത്രത്തോളം ആത്മാർത്ഥതയുള്ള ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെ വി എസ് പ്രതീക്ഷിച്ചോ താങ്കളെ പുറത്താക്കുമെന്ന്? വി എസ് പ്രതീക്ഷിച്ചിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം വി എസ് അപ്പോഴും കേന്ദ്ര കമ്മിറ്റി തീരുമാനം തിരുത്തും എന്നാണ് വി എസ് ധരിച്ചത്. അത് വി എസിൻ്റെ സംസാരത്തിലും ഭാവത്തിലേക്ക് എനിക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ ഞാനത് വി എസിനെ ആശ്വസിപ്പിക്കുകയും ചെയ്തത്. പാർട്ടി തീരുമാനിച്ചാൽ വി എസ് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട പാർട്ടിയല്ലല്ലോ, വി എസ് ഉണ്ടാക്കിയ പാർട്ടിയാണല്ലോ, വി എസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടാക്കിയാണല്ലോ ഈ CPM. അപ്പോൾ വി എസിനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, എന്നെ പുറത്താക്കില്ല എന്നൊരു പ്രതീക്ഷ വി എസ് ഉണ്ടായിരുന്നു. അതെനിക്കറിയാം. പിന്നെ അതിനുശേഷം ഒരു സംഭവം എന്താ വെച്ചാൽ ഞാൻ പറയാൻ ശ്രമിച്ചാണ്. അതായത് പുറത്താക്കപ്പെട്ട് പിറ്റേ ദിവസം വി എസിൻ്റെ ഒപ്പം AK സെൻറ്ററിൽ പോകാൻ ആവശ്യപ്പെടുക ചെയ്തു. തലേദിവസം പുറത്താക്കി, രാത്രി 10 മണിക്ക് ഫ്ലൈറ്റിൽ വന്നിറങ്ങി. പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് ഞാൻ വി എസിൻ്റെ അടുത്ത് ആസ് യൂഷ്വൽ ഷെഡ്യൂൾ പോലെ വി എസിനെ കാണാൻ പോകുന്നു, വി എസിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് 10 മണിക്ക് വി എസ് കമ്മിറ്റിക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ സുരേഷ് പോവല്ലേ നമുക്ക് എന്ന് പറയണം. ഞാൻ പറഞ്ഞു ഞാനില്ല, ഇന്ന് മുതൽ വിനോദ് വരും, ഞാനില്ല. അതെന്താ? എന്നെ പുറത്താക്കിയതല്ലേ, പിന്നെ ഞാൻ പുറത്താക്കപ്പെട്ട ആൾ വി എസിൻ്റെ കൂടെ AK സെൻറ്ററിൽ വരുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. വി എസിൻ്റെ മുഖം കടുത്ത ദേഷ്യവും വിഷമവും കലർന്നൊരു ഭാവത്തിൽ ദേഷ്യപ്പെട്ട് കാറി കയറി പോകാൻ ചെയ്തു. അതിനുശേഷം വി എസ് എന്നോട് പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം വന്ന് സംസാരിച്ചു. താങ്കൾ എൻ്റെ ഒപ്പം ഉണ്ടാവണം, ഇപ്പം കിട്ടുന്ന ശമ്പളം താങ്കൾക്ക് കിട്ടും, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തു തരും, താങ്കൾ എൻ്റെ ഒപ്പം ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് തെറ്റാണ്, അത് പാർട്ടിയെ വെല്ലുവിളിക്കുന്നതാണ് ആ ചെയ്യുന്നത്. വി എസ് അല്ല, ഞാൻ പാർട്ടിയെ വെല്ലുവിളിക്കുന്നത് പോലെയാണ് അത് ചെയ്യുന്നത്. കാരണം പുറത്താക്കപ്പെട്ട ഒരാൾ പിന്നെ ഒരിക്കലും അവിടെ നിൽക്കാൻ പാടില്ല. ഞാൻ പിറ്റേന്ന് തന്നെ രാജിക്കത്ത് എഴുതി കൊടുക്കുകയത്, ഞാൻ പാർട്ടി സ്റ്റാഫിൽ നിന്ന് രാജിവെക്കുന്നു. പാർട്ടിയിൽ നിന്നല്ലേ പുറത്താക്കാൻ പറ്റുള്ളൂ, സ്റ്റാഫിൽ നിന്ന് പുറത്താക്കാൻ പറ്റില്ലല്ലോ, പാർട്ടിയല്ലോ തീരുമാനം, ഗവൺമെൻറ് അല്ലേ. അപ്പോൾ വി എസിനെ എഴുതി കൊടുത്തു. വി എസ് ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ വി എസ് പറഞ്ഞു സുരേഷ് എൻ്റെ ഒപ്പം നിൽക്കണം. ഞാൻ പറഞ്ഞു അത് തെറ്റാണത്, പാർട്ടിയെ വെല്ലുവിളിക്കുന്ന തരത്തിൽ, ഞാൻ പാർട്ടിയെ വെല്ലുവിളിക്കുന്ന തരത്തിലാവും ആ തീരുമാനം. അതുകൊണ്ട് എനിക്ക് പറ്റുന്ന കാര്യമല്ല. ഞാൻ ഏത് സമയത്ത് ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിൽ ഞാൻ ഉണ്ടെങ്കിലും വി എസ് വിളിച്ചാൽ ആ നിമിഷം ഞാൻ അവിടെ എത്തും എന്നൊരു വാഗ്ദാനമാണ് വി എസിനോട് കൊടുത്തത്. മറ്റൊരു നേതാവിൻ്റെ വായിൽ നിന്ന് കുലംകുത്തികളെ എന്ന് വിളികേട്ട ഒരു ജനവിഭാഗം ഒരു സ്ഥലത്ത്, അവരെ സഖാക്കളെ എന്ന് വിളിച്ച ആളാണ് VS അച്യുതാനന്ദൻ. TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടു എന്ന് കേട്ടപ്പോൾ വി എസിൻ്റെ മുഖഭാവം എന്തായിരുന്നു? TP ചന്ദ്രശേഖരൻ ഒരു മെയ് 4-നാണ് കൊല്ലപ്പെടുന്നത്. ആ ദിവസം ഞങ്ങൾ രാമനിലയത്താണ് താമസം, തൃശ്ശൂർ. പാലക്കാടും പരിസര പ്രദേശങ്ങളിലുള്ള സ്ഥലങ്ങളാണ് അന്ന് പിറ്റേന്ന് പരിപാടി. അപ്പോൾ തലേദിവസം മെയ് 4-ന് നെടുമ്പാശ്ശേരി വന്നിറങ്ങി 8-7:30 ആകുമ്പോഴേക്കും രാമനിലയത്തെത്തി. വി എസ് നടന്നു, ഭക്ഷണം കഴിച്ചു, ഉറങ്ങാൻ കിടന്നു. അപ്പോൾ ഞാനും വി എസ് ഒരു റൂമിലാണ് കിടക്കുന്നത്. ഞാൻ അടുത്ത റൂം, എനിക്ക് ഉള്ള റൂം, കുളിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള റൂമുണ്ട്. ഞാൻ വി എസിനെ പതുക്കെ കിടത്തി. ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് മൊബൈലിൽ കുറേ കോൾ വന്നിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, പിന്നെ TV വെച്ച് നോക്കുമ്പോൾ TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത കാണുന്നതും മൊബൈലിൽ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാനും വല്ലാത്ത വിഷമത്തിലായി. സ്വാഭാവികമായിട്ടും പിന്നെ TPയും എനിക്ക് വേണ്ടപ്പെട്ട ഒരു സഖാവാണ്, ഞാനുമായിട്ടും സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വി എസിനെ അപ്പോൾ അറിയിക്കണമെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം അത് അറിയിച്ചാൽ വി എസിൻ്റെ ഉറക്കം നഷ്ടപ്പെടും. രാത്രിയായി 11 കൊല്ലപ്പെടുന്നത് 10:30 മറ്റാണ്, നമ്മൾ അറിയുന്നത് 11 മണി കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും വി എസിൻ്റെ ഉറക്കം നഷ്ടപ്പെടുന്ന ഉറപ്പാണ്. ഞാൻ ഉറക്കത്തെ നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറായില്ല. രാവിലെ എണീറ്റ് വി എസിൻ്റെ പതിവ് ദിനചര്യ യോഗയും നടത്തുകയും കഴിഞ്ഞ് വി എസ് പത്രം വായിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് പത്രത്തിൽ എന്തായാലും ലീഡ് ന്യൂസായിരുന്നു അത്. പത്രം എടുത്തു കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു TP പോയി എന്ന് പറഞ്ഞു. TP പോയി? TP പോയി എന്നാണ് ഞാൻ പറയുന്നത്. TP എന്ന് പറഞ്ഞ 2 അക്ഷരമേ ഉള്ളൂ. അപ്പോൾ വി എസ് TP അറിയാം, TP പറഞ്ഞാൽ വി എസിന് അറിയാമല്ലോ. അപ്പോൾ പത്രത്തിൽ കണ്ടു, വി എസ് വല്ലാതെ വിഷമത്തിലായി. അപ്പോൾ എന്നോട് പറഞ്ഞു പരിപാടികളെല്ലാം മാറ്റിവെക്കണം എന്ന്, അങ്ങോട്ട് നമുക്ക് പോവാം, ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു, കോഴിക്കോട്ടേക്ക് പോകാമെന്ന്. അപ്പോൾ ഒരുപാട് കോൾ വരുന്നുണ്ട്. വി എസിൻ്റെ ഔദ്യോഗിക ഫോണും എൻ്റെ ഫോണും ഒക്കെ എൻ്റെ കയ്യിൽ തന്നെയാണ്, ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. പല സഖാക്കളും വിളിക്കുന്നു, പിന്നെ വി എസിന് ഫോൺ കൊടുക്കാൻ പറയുന്നു. അവരോടൊക്കെ ദേഷ്യപ്പെട്ട് വി എസ് സംസാരിക്കുന്നു. വി എസിനൊരു കുലുക്കുമില്ല. അപ്പോൾ അവർ പറഞ്ഞത് ഞാൻ കരുതുന്നത് അവിടെ പോകരുതെന്ന് ആയിരിക്കും. അതുകൊണ്ടാണ് വി എസ് ദേഷ്യപ്പെട്ടത്. വി എസ് പറഞ്ഞു നമുക്ക് പരിപാടിയെല്ലാം മാറ്റിവെച്ച് കോഴിക്കോട്ടേക്ക് പോകാമെന്ന് പറയുന്നു. വി എസ് വളരെ വിഷമത്തോടെ പിന്നെ കോഴിക്കോട്ടേക്ക് മറ്റ് പരിപാടികളൊക്കെ മാറ്റിവെച്ച് കോഴിക്കോട് TPയുടെ ഭൗതിക ശരീരം കാണാൻ വേണ്ടി പോവുകയാണ്.
ആ സമയത്ത് ഒരു മനുഷ്യൻ നിലയ്ക്ക് ഉണ്ടാവുന്ന ഏറ്റവും വിഷമകരമായ വികാരമായിരുന്നു വി എസിൽ ഉണ്ടായത്. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു, എന്നെ സംബന്ധിച്ചും അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. കാരണം ഒരിക്കലും അത്രത്തോളം ക്രൂരമായ ഒരു കൊലപാതകം അടുത്ത കാലത്തൊന്നും നമ്മൾ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. അത് ഏറ്റവും അടുത്തറിയുന്ന ഒരാൾ അങ്ങനെ കൊല്ലപ്പെടുമ്പോൾ വി എസിൽ ഉണ്ടാകുന്ന ഒരു വിഷമം ഞാൻ നേരിട്ട് അനുഭവിച്ചാണ്. ആ യാത്രയിൽ എന്ത് പറഞ്ഞു? രാമനിലയിൽ മുതൽ അധികം ഒന്നും സംസാരിച്ചില്ല വി എസ്, ഒന്നും സംസാരിച്ചില്ല. കാരണം അത്ര സംസാരിക്കാനുള്ള മൂഡായിരുന്നില്ലല്ലോ അത്. ഒരു വല്ലാത്തൊരു ക്രൂരത നമ്മൾ കേട്ടിട്ട് ആ മനുഷ്യനെ കാണാൻ, ഭൗതിക ശരീരം കാണാൻ പോകുമ്പോഴൊരവസ്ഥ വല്ലാത്ത വിഷമകരമായിട്ടുള്ള അവസ്ഥ തന്നെയായിരുന്നു. കെ രമ വന്ന് കയ്യിൽ പിടിച്ചു. ആ സമയം വി എസിന്റെ കണ്ണിലെ കണ്ണാടി വളഞ്ഞു. അതല്ല, അത് പിന്നീട് ഒരു മാസം കഴിഞ്ഞ് പിന്നീടുള്ള സംഭവം നെയ്യാറ്റിങ്കര തെരഞ്ഞെടുപ്പ് ദിവസമാണത്. അതെ, അന്ന് വി എസ് ടി പിയുടെ അമ്മയെ കാണണം, അതുപോലെ ടി പിയുടെ വിധവയെ കാണണം എന്ന് പറയുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു പാർട്ടി അറിയണം എന്ന് പറഞ്ഞു. അപ്പോൾ സുരേഷ് ആരോടും പറയണ്ട, അത് ഞാൻ അറിയിച്ചോളാം. അപ്പോൾ എൻ്റെ പ്രശ്നം വേറെ ഒന്നല്ല, പാർട്ടി അറിയണമെന്ന് പറയാൻ കാരണം വി എസിന് അതുമൂലം പാർട്ടിക്കകത്ത് വിഷയങ്ങൾ വരുന്ന എനിക്കറിയാമായിരുന്നു. സംഘടനാ പ്രവർത്തനം എന്ന നിലയ്ക്ക് ഒരു പാർട്ടി സംഘടന എന്താണ് എന്ന് വ്യക്തമായി അറിയുന്ന ഒരാളെന്ന നിലയ്ക്ക് വി എസിന് അതുകൊണ്ട് ഉറപ്പായിട്ടും പാർട്ടിക്കകത്ത് വിമർശനം വരും, അതിരൂക്ഷമായ വിമർശനം വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അന്ന് ജില്ലാ സെക്രട്ടറി ടി പി രാമകൃഷ്ണനാണ്, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി. അപ്പോൾ സുരേഷ് പറയണ്ട, ഇപ്പം പി എന്ന നിലയ്ക്ക് ഈ പാർട്ടി ഡി സികളിലും പോലീസ് സംവിധാനത്തിലൊക്കെ അറിയിക്കേണ്ടത് ഞാൻ തന്നെയാണല്ലോ, യാത്രകൾ. അപ്പോൾ സുരേഷ് അറിയിക്കേണ്ട എന്ന് പറഞ്ഞു. അന്ന് ഗസ്റ്റ് ഹൗസിൽ SRP വി എസിനെ കാണാൻ വന്നു. അന്ന് കർഷക സംഘത്തിൻ്റെ എന്തോ കൺവെൻഷൻ ഉണ്ടായിരുന്നു കോഴിക്കോട്. ആ പരിപാടിക്ക് വന്ന SRP താമസിച്ചത് ഗസ്റ്റ് ഹൗസിലാണ്. ടി പി രാമകൃഷ്ണൻ SRPയെയും വി എസിനെയും കാണാൻ വരുന്ന സമയത്ത് ടി പി രാമകൃഷ്ണനും SRPയും കൂടി വി എസിനെ കാണാൻ വി എസിൻ്റെ മുറിയിൽ വരികയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി വി എസ് പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഇറങ്ങുമ്പോഴാണ് പോലീസുകാരോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. കാരണം പോലീസ് സംവിധാനം വേണമല്ലോ, വി എസ് എസ്കോർട്ട് വേണം, പൈലറ്റ് എസ്കോർട്ടും വേണം. അപ്പം ഞാനത് അപ്പോൾ വി എസ് പറഞ്ഞ ആ സമയത്ത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നത് വടകരയ്ക്കാണ്, ഒഞ്ചിയത്തേക്കാണ്, ടി പിയുടെ വീട്ടിലേക്കാണ്. ടി പി രാമകൃഷ്ണൻ സാറിനോട് ഞാൻ തന്നെ പറഞ്ഞത്, ടി പി ഇങ്ങനെ വി എസ് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് പോകാനാണ്. അപ്പോൾ നമ്മളെ നിശ്ചയിച്ച പരിപാടി എന്ത് ചെയ്യും ചോദിച്ചു. അത് അറിയില്ല, വി എസിന് ആദ്യം പോകേണ്ടത് അവിടേക്കാണെന്നാണ് വി എസ് പറഞ്ഞതെന്ന്. അങ്ങനെയാണ് ടി പിയുടെ വീട്ടിലേക്ക് പോകുന്നതും നിങ്ങൾ ഈ പറഞ്ഞ വളരെ വികാര നിർഭരമായിട്ടുള്ള രംഗം കേരളം കണ്ടതും. അതിനുശേഷം എന്ത് സംഭവിച്ചു? വി എസ് പിന്നെ എന്തെങ്കിലും പറഞ്ഞു പിന്നീട്? അല്ല, വി എസ് അതിനുശേഷം അവിടെ നിന്നൊന്നും പറഞ്ഞില്ലല്ലോ, ഒന്നും. അവിടുത്തെ കാര്യമല്ല ഞാൻ ചോദിച്ചത്, താങ്കളും അദ്ദേഹവുമായിട്ടുള്ള യാത്രയിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞു എന്നുള്ളതാണ്. അല്ല, ടി പിയുടെ വിഷയത്തിൽ ടി പി നിങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ, ഈ പുറത്താക്കപ്പെട്ട ആളുകൾ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ പാർട്ടിക്കകത്ത് ഉൾപാർട്ടി സമരം നടത്തി പുറത്താക്കപ്പെട്ട് ജീവിതം കളഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. മീൻസ് 50 വയസ്സ് വരെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പാർട്ടിക്കകത്തെ ഉൾപാർട്ടി സമരത്തിൽ ഒരു ഭാഗത്ത് നിന്ന് പോരാടിയതിൻ്റെ ഭാഗമായി പാർട്ടി പദവികളിൽ നിന്നും പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെടുകയും സസ്പെൻഡ് ചെയ്യപ്പെടുകയും ചെയ്ത നിരവധി ആൾക്കാരുണ്ട്. അവരൊക്കെ പാർട്ടിയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് വി എസ്. അതുകൊണ്ടാണ് വി എസ് പറഞ്ഞ് അവരുടെ ആളുകളെയും കൂടി ഉൾക്കൊള്ളണം, ഒഞ്ചിയത്തെ പാർട്ടിയിൽ നിന്ന് പുറത്തായ ആളുകളെ പോലും ഉൾക്കൊള്ളണം CPM എന്ന് വി എസ് ആവശ്യപ്പെട്ടത് അതുകൊണ്ടാണ്. പിന്നീടുള്ള മെയ് നാളുകൾ വി എസ് ഓർക്കാറുണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഓർക്കാറുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ ഓർമ്മ കൂടി വി എസിന് പ്രശ്നമായി മാറി. അത് ശരിയാണ്. ഇപ്പോൾ വി എസിൻ്റെ ഈ ഒരു അവസ്ഥ അപകട നിലയല്ലെങ്കിലും അതൊരു വിഷമം തന്നെയാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം. തീർച്ചയായിട്ടും. വളരെ നന്ദി ഇത്രത്തോളം തുറന്ന് സംസാരിച്ചതിന്. ഒപ്പം താങ്കൾ പാർട്ടിയിലേക്ക് തിരിച്ചെത്തണം എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കാരണം താങ്കളെപ്പോലെ വളരെ വ്യക്തിപരമായും ഒപ്പം രാഷ്ട്രീയപരമായും ഒക്കെ വളരെ തെളിഞ്ഞ് സംസാരിക്കുന്ന, മറവില്ലാത്ത ഒരു വ്യക്തി തീർച്ചയായും രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വളരെ നന്ദി ABC-ക്കൊപ്പം സഹകരിച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.